നമസ്കാരം, ഞാൻ ബബിത ബഷീർ. ട്യൂഷൻ വീടൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ വീട് കാണുന്ന പോലെ തന്നെ നമ്മുടെ ടുട്ടു ആൻഡ് വ്ലോഗ്സ്, ടുട്ടുവിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ പ്ലേ ഉണ്ട്, ഞാനും കാണാറുണ്ട്. അപ്പോൾ ടുട്ടു ആൻഡ് വ്ലോഗ്സിന് ഓൾ ദ വെരി ബെസ്റ്റ്. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലല്ല കേട്ടോ, ഈ വോയിസ് ഓവറിൽ ഒരു ഗസ്റ്റ് ഉണ്ട്. നമുക്ക് ആ ഗസ്റ്റിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ആ ഗസ്റ്റിന് ഞാൻ മൈക്ക് കൊടുക്കാം കേട്ടോ. പേര് പറയൂ ഗസ്റ്റ്. പറ. അന്ന ബൈജു. ഇതെൻ്റെ ഫ്രണ്ടാട്ടോ. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവൾ എൻ്റെ കൂടെ അല്ല, എൻ്റെ കാറ്റഗറിസത്തിൻ്റെ ഒക്കെ ഉള്ളതാട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തത് എവിടേക്ക് പോകണം എന്നുള്ള ചർച്ചയിലാണ്. അങ്ങനെ നമ്മൾ മഴ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ കാർ എടുത്തിട്ട് രണ്ട് ആൾക്കാർ 2 കാറിലൊക്കെ കയറി ഇപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോയിൽ ചിലതൊന്നും ക്ലിയർ ആവാത്തത്. അപ്പോൾ അതേ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേ കണ്ട, ഇതാണ് എൻ്റെ ഉണ്ണി. കണ്ടാടി, അതിന് കാണില്ല, വെളിച്ചമില്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ സീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും വെളിച്ചം കിട്ടുന്നത്, ഇല്ലെങ്കിൽ ഒട്ടും വെളിച്ചമില്ലാണ്ടായിരുന്നു എന്നെ. പിന്നെ നമ്മൾ പാലക്കാടിലുള്ള ലുലുമാളിൽ പോയായിരുന്നു. ഇവിടെ ആകെ 2 ഫ്ലോറേ ഉള്ളൂ, ഭയങ്കര ചെറുതാണ്. ഇതിനേക്കാളും വലുത് നമ്മുടെ എറണാകുളത്തെ ലുലു ആണ്. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ, ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം കേട്ടോ. ഞാൻ ചേച്ചിയുടെ മുടിയൊക്കെ അയപ്പിച്ചു കേട്ടോ, എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ലുലുമാളുടെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണ് പാലക്കാട് ലുലുവിൻ്റെ ഉള്ളിലുള്ളൊരു വ്യൂ എന്നൊക്കെ പറയുന്നത്. ഇതാകെ 2 ഫ്ലോറേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് കുറേ പോർഷനായിട്ട് എടുത്തേക്കുന്നത് സൂപ്പർ മാർക്കറ്റാണ്, ഹൈപ്പർ മാർക്കറ്റാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു. ഇവിടെ നിന്ന് എനിക്ക് ലഞ്ച് ബോക്സൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. വാങ്ങിയിട്ടില്ല. അത് എറണാകുളത്ത് ലുലു പോയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ട്, എനിക്ക് തെറ്റിപ്പോയി. അങ്ങനെ ഇതേ നമ്മളിങ്ങനെ ടെൻസൊക്കെ വെറുതെ ഇരുന്ന് ഞാൻ കളിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് കയറാൻ പോകാട്ടോ. കുറച്ച് പേരൊക്കെ പുറത്തുതന്നെ നിന്നു, അവർ കയറണില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കയറി, എൻ്റെ വാശി കാരണം. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ടുട്ടുവിന് ഒരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ടുട്ടുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ആ ഗിഫ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു മൈക്ക. അതേറ്റ് അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ ട്വിസ്റ്റ് അറിയണമെന്നുള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ ട്വിസ്റ്റിന് കൊടുക്കുക. അപ്പം ഞാനിനി ആ ട്വിസ്റ്റ് കണ്ടിട്ട് ഏത് വീഡിയോ ആണ് ഇടുന്നത് ആ വീഡിയോയിൽ ഞാൻ ആ ട്വിസ്റ്റ് പറഞ്ഞുതരാം. അതിനിടെ നമ്മൾ മേലെ കയറി. 2 ഫ്ലോറിലില്ല, 1 ഫ്ലോറിൽ മാത്രമാണ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതേ ഉള്ളൂ. ഇവിടെ പിന്നെ മോമോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബർഗറൊക്കെ ഇവിടെ നിന്ന് കഴിച്ചായിരുന്നു. നീ എൻ്റെ മലമ്പുഴത്തെ പാട്ട് വണ്ണ് കണ്ടിട്ടില്ലല്ലോ? മലമ്പുഴത്തെ പാട്ട് വണ്ണ് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കണ്ടോളോ, നല്ല രസാ, നല്ല കോമഡി അല്ലേ ഗൈസ്? അങ്ങനെ അതെ, ഈ 2 ഫ്ലോറാണ് ആകെ കൂടി നമുക്ക് ഈ പാലക്കാട് ലുലുവിലുള്ളൂ. ഇത് പാലക്കാട്ടിലത്തെ ലുലു ആട്ടോ. ഇത് അങ്ങനെ നമ്മൾ ഈ ചിക്കനിൽ നിന്നായിരുന്നു നമ്മൾ ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാട്ടോ ഡുഡുവിൻ്റെ ഗിഫ്റ്റ്, ഈ കയ്യിലിരിക്കുന്നത് നമ്മൾ പുതിയ കൊടുത്തേക്കാണ്. ആൻറ്റിയോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ കാര്യം. ഞാൻ എങ്ങനെ ഇത് ഒളിപ്പിച്ച് വയ്ക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരെണ്ണം മിത്ര ചേച്ചിയുടെ ബാഗ് നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞൊരു ബാഗ്. കുഞ്ഞിതല്ല, കോളേജിലേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ബാഗ്. അപ്പോൾ ആ ബാഗാണ്. വേറെ ഒരെണ്ണം ഡുഡുവിൻ്റെ ഗിഫ്റ്റും. ഡുഡുവിൻ്റെ അല്ലത് വേറൊരു ആവശ്യത്തിലുള്ളത്. ഇത് എടുത്ത് വെച്ചോളോ എന്നൊക്കെ ആട്ടോ എൻ്റെ അമ്മ റോണി ആൻറ്റി അടുത്ത് പറയുന്നത്. റോണി ആൻറ്റി പേടിച്ചിട്ട് എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇവിടെ നിന്ന് ഇവർക്ക് ഷേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഷേക്ക് വാങ്ങിയില്ല. ഞങ്ങൾ ചിക്കനിൽ പോയിട്ട് ഞാനൊരു
പീസ് KFCയും പിന്നെ ഒരു ബർഗറിൻ്റെ പകുതിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. ഈ അച്ഛൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഷേക്കാട്ടോ. ഇപ്പം ഇതാണ് നമ്മുടെ ബർഗർ. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പതുക്കെ തിന്നാട്ടോ, കാരണം ഡൂഡു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ അവൾക്ക് കുറച്ച് ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ അവൾ കിടന്ന് കാറിപ്പൊളി. നല്ല രസമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ബർഗറൊക്കെ കഴിച്ചു. കുറച്ച് കഴിക്കുമ്പോഴേക്കും എനിക്ക് മട്ടി. അപ്പം ഞാനത് അമ്മയ്ക്ക് എടുത്ത് കൊടുത്തു. ഞങ്ങളങ്ങനെ ട്രോപ്പിക്കാനയുടെ ഗുവയാട്ടോ എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് ആ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവളെ മനസ്സിലായവരെല്ലാവരും റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് മതിയായിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ഞാൻ കഴിച്ചത് ചിക്കിങ്ങിന്ന് നമ്മുടെ ചിക്കനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നല്ലോ, അതും ഞാൻ കഴിച്ചു. ആർക്കും കൊടുക്കാണ്ട് ഒളിപ്പിച്ചിരുന്ന് കഴിക്കാട്ടത്. അപ്പം കള്ളൻ വീഡിയോ എടുത്തു. ഇരിക്കുന്നത് ഫോണാട്ടോ. ഫോണിൻ്റെ മേലാണ് ആ KFC എടുക്കുന്നത്. ഒരു ഫോണല്ല ഗൈസ്, അത് പാത്രമാണ്. എനിക്ക് തെറ്റിയതാണ്. ഇതിൻ്റെ നമ്മൾ മൈനോസൊക്കെ കൂട്ടി തിന്നുന്നുണ്ട്. അമ്മ വേണോ വേണ്ടിയോ എന്നുള്ള മട്ടിലാട്ടോ കഴിക്കുന്നത്, കാരണം കുറച്ച് ബാക്കി വന്നു. അതിന് ഞാനില്ലേ ഗൈസ്, പക്ഷെ എനിക്ക് എൻ്റെ വയറും ഫുള്ളായിരുന്നു. ഇവിടെ നമുക്ക് മോമോസ് കിട്ടും, ചിക്കിങ് കിട്ടും, ബർഗർ കിട്ടും, ഷേക്ക് കിട്ടും, മറ്റേ ബാസ്കിൻ റോബില്ലേ അതിൻ്റെ ഐസ്ക്രീം ഇവിടെ കിട്ടും. മിക്ക സ്ഥലങ്ങളും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. പക്ഷെ ഇവിടെ ആകെ 2 ഫ്ലോറേ ഉള്ളൂ. നമ്മുടെ എറണാകുളത്തെ ലുലുവിൽ എത്ര ഫ്ലോർ ഉണ്ട്? എറണാകുളത്തെ ലുലുവിൽ എത്ര ഉണ്ട്? 4 or 3 അല്ലേ? അതിലേതൊന്നാണ്. 5 എണ്ണമൊന്നുമില്ല, 4 or 3 അങ്ങോട്ടേ ഉള്ളൂ. നമ്മുടെ ബെന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അതാണ് എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ഇതും കൂടി വേണം, പ്ലീസ് ആൻറ്റി എന്ന് പറയുന്ന എൻ്റെ ഡുഡുവിനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് സഹകരിച്ച് എനിക്ക് കൂട്ടിത്തരണം. അതേപോലെ നീയും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? നീ എവിടെ പഠിക്കണേ? സെൻട്രാഫിൽ ഒല്ലൂര്. നീ മുമ്പ് എവിടെയായിരുന്നു? LFLPS പെരിഞ്ചേരി. അവിടുത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവള്. ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ഞാനിപ്പോൾ പഠിക്കുന്നത് സെൻറ്റ് ജോസഫ് CJHS തൃശ്ശൂരാണ്. സ്റ്റേറ്റ് ആട്ടോ, CBSE അല്ല. കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും CBSE ആണോ എന്ന്. ഇത്രയും വലിയ പേര് കേൾക്കുമ്പോഴേ, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ സ്റ്റേറ്റ് ആണെന്ന്. ഗൈസ്, ഞങ്ങളുടെ അവിടെ മണല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണലായതുകൊണ്ട് കാർ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. അത്യാവശ്യം നല്ല വില വരുന്ന കാറാണ്. നമ്മുടെ അല്ല, വേറൊരു ചേട്ടൻ്റെയാണ്. ആ കാറ് കണ്ടില്ല ഗൈസ്, ഉള്ളിൽ പെട്ടുപോയി. മണ്ണിൻ്റെ ഉള്ളിൽ മഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അടിഞ്ഞു പോയിട്ടാ. കുറേ കഷ്ടപ്പെട്ട് കുറേ നേരം എടുത്തില്ല. അവരൊക്കെ ഇരുന്നിട്ട് JCB ഒക്കെ വിളിച്ചിട്ടാട്ടോ ഈ കാറിനൊന്ന് പുറത്തെടുത്തത്. നിങ്ങളുടെ അവിടെ മണലാണ്. മീൻസ് മണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കടലിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മണലില്ലേ, ആ മണലാണ് ഞങ്ങളുടെ അവിടെ. അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി താഴ്ന്നു പോയി. ഞങ്ങളുടെ വണ്ടി താഴാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കയറുമ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അവിടെ. അപ്പം ഞങ്ങൾ അവിടെ കൊണ്ട് ഇട്ടു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇവിടെ അല്പമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും പൊരി മഴയത്ത് കിടന്ന് ഇങ്ങനെ ഓരോന്നും ചെയ്യായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ മുടിയുടെ നീളം അത്യാവശ്യം നല്ല കുറവായിരുന്നു. അതുകൊണ്ടാണ് മുടി കിട്ടുമ്പോൾ ഇത്രയും നീളം കുറവ് നിങ്ങൾക്ക് തോന്നിക്കുന്നത്. ഇതാട്ടോ ആൻറ്റി വേഗം കുളിച്ച് വന്നു, കാരണം ഡുഡുവിനെ ഉറക്കാനേ. അപ്പോഴേക്കും ഡുഡു ഉറങ്ങിയായിരുന്നു. എൻ്റെ തലയിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ചേച്ചി എന്തൊക്കെയോ പറയുന്നത് ഞാൻ. ഇത് രാത്രി 1 മണിയോ 3 മണി അങ്ങോട്ടാട്ടോ. 1 മണിയോ 3 മണി അങ്ങോട്ടാണ് രാത്രി. അവൾ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ.
പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ കാറ് വലിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മുടെ ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ജീപ്പും പെട്ടായിരുന്നു. ആ ജീപ്പ് എന്നിട്ട് എൻ്റെ കാല് പൊട്ടിയിട്ടാണ്. പിന്നെ ആ ജീപ്പ് പിന്നെ പെട്ടെന്ന് പോയി, ജീപ്പാണല്ലോ ഇങ്ങനെ പോകാൻ പറ്റിയാണ്. ഇതാണ് താഴ്ന്നു കണ്ടില്ലേ, ഇത്രയും ഗ്യാപ്പ് താഴ്ന്നു കേട്ടോ നമ്മുടെ ഈ സംഭവം. വണ്ടിക്ക് മാറ്റിയതിന് ശേഷമുള്ള ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ആഴത്തിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞങ്ങൾ മൂടിയതാണ്. കണ്ടാ ചെളിയായിട്ട് താഴ്ന്ന കേട്ടോ, കണ്ടില്ലേ? ഇവിടെയൊക്കെ കല്ലിട്ടേക്കാട്ടോ. ഇതിൻ്റെ അടിയിൽ നല്ല ആഴ്ചയുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോഴും ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടുട്ടു ഫ്ലോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. എന്താ ചെയ്യണ്ടേ? ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യൂ. അത് മാത്രം മതിയാ. അപ്പോൾ ഷെയർ ചെയ്യണ്ടേ? പറ, ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ പറ. ബൈ ബൈ.